നമസ്കാരം. എന്തായാലും വളരെ വലിയൊരു ആശ്വാസം ഉണ്ടായി ഒരു തരത്തിൽ. കാരണം സന്ദീപ് വാര്യർ BJP വിട്ടു, പക്ഷേ CPM-ലേക്ക് പോയില്ല, കോൺഗ്രസിലേക്കാണ് പോയത്. അതായത് അത് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അധികാരമോഹികൾ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പേരെന്താണ്, പ്രശാന്തിനെയും സരിനെയും ഒക്കെ പോലെയുള്ളവർ പാർട്ടി വിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാണം കെട്ട് CPM-ലേക്ക് പോകുമ്പോൾ സന്ദീപ് വാര്യർ അത്തരമൊരു മാന്യത കാണിച്ചു, ഒരു അന്തസ്സ് കാണിച്ചു. അദ്ദേഹം കോൺഗ്രസിലേക്കാണ് പോയത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനി എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ കോൺഗ്രസിലേക്ക് അദ്ദേഹം പോയതിൽ വളരെയധികം ഒരു സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെയാണ് സുരേന്ദ്രൻ്റെ, കാരണം സുരേന്ദ്രനാണ് ഇതിന് എല്ലാത്തിനും കാരണക്കാരൻ. സുരേന്ദ്രനെ പോലെ നിർഗുണ പരബ്രഹ്മമായ ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ. എന്തായാലും അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന സമയത്ത്, പാലക്കാട് ഇപ്പോൾ 2 ദിവസം കൂടിയുള്ളൂ, ആ സമയത്തേക്ക് അദ്ദേഹം പോയത് എന്തായാലും ശരിയായില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം പോയത് എന്നുള്ളത് മറ്റൊരു വസ്തുത. അല്ല, എന്തായാലും ഇതിനകത്ത് പൊളിറ്റിക്സാണ്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത് സംഭവിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ സന്ദീപ് വാര്യർക്ക് യാതൊരു ഗുണമില്ല, പ്രസക്തി ഇല്ലാതായി പോകും. അപ്പോൾ സന്ദീപ് വാര്യർ കറക്റ്റ് പൊളിറ്റിക്സ് ആണ് കളിച്ചിരിക്കുന്നത്, കൃത്യമായ പൊളിറ്റിക്സ് തന്നെ. കോൺഗ്രസും വളരെ കൃത്യമായ പൊളിറ്റിക്സ് ആണ് കളിച്ചിരിക്കുന്നത് ഈ ടൈമിൽ. ഇനിയിപ്പോൾ 2-3 ദിവസം, അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അവിടെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, KPCCയുടെ കോൺഗ്രസിൻ്റെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് സന്ദീപ് വാര്യർ കയറി വരുന്നതും മുദ്രാവാക്യം വിളിയോടുകൂടി ആൾക്കാർ അവിടെ കൊണ്ടിരുത്തുകയും ചെയ്ത് പിന്നെ ഇത് ഷാളിട്ട് അയാളെ സ്വീകരിച്ച് കോൺഗ്രസ് സ്ഥാനാക്കി മാറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് മുതൽ ഇനി അയാൾക്ക് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിൽക്കാം. ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസം കൃത്യമായിട്ടും സന്ദീപ് വാര്യർക്ക് പാലക്കാടിൻ്റെ പ്രധാന പ്രദേശങ്ങളെല്ലാം കോൺഗ്രസിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അയാൾ ഈ കോൺഗ്രസിലെത്തിയതിനെ കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ ഒരുപക്ഷെ യോഗങ്ങളിൽ അയാൾ പറയുകയും ചെയ്യും. കൂടുതൽ പറയാൻ പോകണില്ല, കാരണം അത് കൂടുതൽ ചർച്ച ഉണ്ടാക്കാൻ അവർ നോക്കില്ല. ഞാൻ അയാളുടെ കാര്യമല്ല അയാൾ പറയേണ്ടത്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണെന്നുള്ളതുകൊണ്ട് കൂടുതൽ ഇതൊന്നും പറയാൻ സാധ്യതയില്ല. എങ്കിൽ പോലും മാധ്യമങ്ങൾ കൊണ്ടുവന്ന് മൈക്ക് വയ്ക്കുമ്പോൾ അത്യാവശ്യം പറയാൻ സാധ്യതയുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, എന്നാലും കൃത്യം പൊളിറ്റിക്സ് ആണ്. ഞാൻ അതിനകത്ത് നല്ലൊരു പൊളിറ്റിക്സ് കാണുന്നുണ്ട്. കാരണം നല്ല ഒരു ബുദ്ധിപരമായ തന്ത്രപരമായ ഒരു പൊളിറ്റിക്സ് തന്നെയാണ് കോൺഗ്രസ്. കാരണം കോൺഗ്രസിൻ്റെ പിന്നെ സൈബർ സെല്ലിൻ്റെ നേതാവായിട്ട് നിൽക്കുകയും കോൺഗ്രസിന് വേണ്ടിയിട്ട് പിന്നെ വക്താവ് എന്ന നിലയിൽ പോലെ, കാരണം കോൺഗ്രസിൻ്റെ ശബ്ദമാണ് സൈബർ സെല്ലിൽ കൂടെ പോകുന്നത്. അപ്പം അവരെ അങ്ങനെയുള്ളൊരു 100 മടങ്ങ് ശക്തിയുള്ള അതാണ്, അങ്ങനെയുള്ള ഒരുത്തനെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സന്ദീപ് വാര്യരെ പോലെ അതിനേക്കാളും വളരെ ശക്തിയുള്ള, വളരെ പ്രമുഖനായ, യുവാക്കളുടെ ഇടയിൽ വളരെ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസികൾക്ക് വളരെ ഇഷ്ടക്കാരനായ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നപ്പോൾ സരൻ ഒന്നുമല്ലാതായി മാറുന്നു എന്നുള്ളത്, സീറോ ആയി മാറുന്നു. അല്ല, അത് ഇലക്ഷനിലേക്ക് അറിയാം. പാതി മുറിഞ്ഞ പൂജ്യത്തിനെ പോലെയായി. അതെ, ഇലക്ഷൻ അത് വ്യക്തമാകും. പിന്നെ സരൻ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് കാണാം. ഇലക്ഷൻ കഴിഞ്ഞല്ല, റിസൾട്ട് വരുമ്പോഴേക്കും നമ്മൾ ഈ സരൻ ഇപ്പം നിൽക്കുന്ന ഈ സ്റ്റാൻഡും ഈ പ്രതികരണവും ആയിരിക്കില്ല അത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്. അതുപോട്ടെ, എന്തായാലും എനിക്കിത് വളരെ നല്ല പൊളിറ്റിക്സ് ആയിട്ട് തോന്നുന്നു. കോൺഗ്രസ് നല്ല ഒരു തന്ത്രമാണ് കളിച്ചത്. CPM-നകത്തേക്ക് ഇപ്പോൾ CPM-ൻ്റെ രാജേഷ് പറഞ്ഞിരിക്കുന്നത് ഈ വർഗീയതയുടെ പിന്നെ എന്തോന്ന് കരിസർപ്പത്തെ, ആ കരിസർപ്പത്തെ അവർ രാജേഷ് MP രാജേഷ് മന്ത്രി വർഗീയതയുടെ കരിസർപ്പത്തെ പിന്നെ തോളിലിട്ടുകൊണ്ട് കോൺഗ്രസ്സുകാർ നടന്നോളൂ, ഞങ്ങൾക്ക് എന്തായാലും അത് ശരിയല്ല പറയുന്നത്. അപ്പോൾ പക്ഷെ സുരേന്ദ്രൻ പറഞ്ഞത് വളരെ വേറെന്താണ്, എല്ലാ ഭാവുകങ്ങളും സുരേന്ദ്രൻ. നമ്മൾ ഈ കേരളത്തിൽ CPM-നെ ഒരു വഴിക്കാക്കിയിട്ടേ പിണറായി സാർ പോവുള്ളൂ. അതുപോലെ കേരളത്തിൽ BJP-യെ ഒരു വഴിക്കാക്കിയിട്ടേ സുരേന്ദ്രനും പോവുള്ളൂ. അതുകൊണ്ട് സുരേന്ദ്രന്റെ വാക്കുകൾക്കൊന്നും നമ്മൾ വില കൊടുക്കേണ്ട കാര്യമില്ല. അല്ല, എന്നാലും സുരേന്ദ്രനെ ഇത് പറഞ്ഞതിൽ ഒരു രസമുണ്ട് കേൾക്കുമ്പോൾ. കാരണം VD സതീശനും സുധാകരനും കൂടെ വളരെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊള്ളണം. അവിടുത്തെ കസേരകളെല്ലാം നല്ല കസേര കിട്ടട്ടെ സന്ദീപിന്, എല്ലാ ഭാവങ്ങളും പറഞ്ഞ ഒരുതരം ആക്കലുണ്ടല്ലോ, ഒരു പരിഹാസം. അല്ല, അതാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ശരി, അയാൾ ഈ തോളിലിരുന്ന് ചെവി തിന്നുന്നില്ലല്ലോ. കാരണം അതായത് നമ്മളൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തെ നമ്മൾ വഞ്ചിക്കുന്ന ഒരു നിലപാട് സുരേന്ദ്രനെ പോലെ എന്തായാലും സന്ദീപ് വാര്യർ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം
പടവലങ്ങയുടെ വളർച്ച പോലെയാണ് സംസ്ഥാനത്തെ BJP. അത് അണികൾക്കും പ്രവർത്തകർക്കും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ചയാണ് എൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ. കാരണം ഈ സുരേന്ദ്രൻ തന്നെ അദ്ദേഹത്തിന് പേര് കിട്ടിയത് തന്നെ എനിക്ക് തോന്നുന്നത് ആപ്റ്റാണ് ആ പേര് എന്ന് തോന്നുന്നു. ഇന്ദ്രൻ എന്നാണ് പേര്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുരാണത്തിലെ പിന്നെ സ്വർഗത്തിന്റെ അധിപൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളാണ്. അയാള് ഈ സ്വർഗത്തിലോ നരകത്തിലോ ഭൂമിയിലോ ഈ 3 ലോകത്ത് എവിടെയും ആരെങ്കിലും ഒരു 5 ദിവസം മിണ്ടാതെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉടനെ അയാൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് എൻ്റെ കസേര അടിച്ചു മാറ്റാനാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നും പറഞ്ഞാണ് ഇന്ദ്രൻ നടക്കുന്നത്. ആ ഇന്ദ്രൻ പിന്നെ പലരെയും പെണ്ണുങ്ങളെ പറഞ്ഞുവിടും, വേറെ പലരെയും പറഞ്ഞുവിടും, അത് തകർക്കാൻ വേണ്ടി. അതുപോലെ ആണ് എനിക്ക് തോന്നുന്ന പേര് കറക്റ്റാണ്, ഇന്ദ്രൻ. ഈ BJP കേരളത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ വരണം. കാരണം ഇവിടെ പിന്നെ ഉള്ളതാരാണ്? ഗോപാലകൃഷ്ണൻ, എൻ രാധാകൃഷ്ണൻ, പിന്നെ സുരേഷ്, ഇവരൊക്കെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ ആയി വന്നുള്ള അവസ്ഥ നമുക്ക് അറിയാം. പണ്ടേ ദുർബല ഇപ്പൊ ഗർഭിണി അല്ലെ എന്ന് പറഞ്ഞെടുക്കാവും. അതുപോലെ കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും ഒരു മാറ്റമോ ഉയർച്ചയോ ഉണ്ടാകണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ സംസ്ഥാന അധ്യക്ഷയായി വരണം. അല്ലെങ്കിൽ ഒരാൾ പോലും, അത് അണികളാകട്ടെ പ്രവർത്തകരാകട്ടെ ആണെങ്കിൽ പോലും, നമുക്ക് തന്നെ പരിചയമുള്ള എത്ര പേര് BJP സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്നവർ, വോട്ട് മാത്രം BJPക്ക് ചെയ്യുന്നവരുണ്ട്. അവർ പോലും പറയുന്നത് ഈ ഞങ്ങൾ ഇനി BJPക്ക് വോട്ട് ചെയ്യില്ല, അടുത്ത് വരുന്ന സമയം ഞങ്ങൾ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. കാരണം ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അത് BJPക്ക് ഒരു തീർച്ചയായും ഗുണം ചെയ്യുകയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ദേശീയ നേതൃത്വം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക്. എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന ഒന്ന് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആലോചിക്കുക. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. അത് വേറെ കാര്യം, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഒരു സ്ത്രീ വളർന്നു വരാൻ വളരെ പാടാണ്. അത് മമതാ ബാനർജിയെ പോലെ ഒരാൾ ഇടിച്ചു കയറി വരണമെങ്കിൽ അത് വല്ലാതെ പവർ വേണം. അത്രയും പവർ ശോഭയ്ക്കുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശോഭയ്ക്ക് അത്തരത്തിലുള്ളൊരു പവർ ഉണ്ട്. പക്ഷേ ശോഭ വന്നു കഴിഞ്ഞാൽ വേറെ ചില തലവേദനകൾ ഉണ്ടാകുമെന്നൊരു ഭയമുണ്ട്. കാരണം കേസുകളുടെ കൂമ്പാരമായിരിക്കും. ഇവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരും, ഒരുപാട് കേസുകൾ വരും. ഇപ്പം തന്നെ പലയിടത്തും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ശോഭാ സുരേന്ദ്രനെതിരെ കേസ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അവർ വേറെ എന്തെങ്കിലും ചെയ്തു? ഇല്ല, പാർട്ടിയിൽ പ്രവർത്തിച്ചത് സമരം നടത്തിയതായിട്ടുള്ള. അതെ, അതുകൊണ്ടായിരിക്കില്ല. എന്തായാലും ഇതിനകത്തുള്ള ഈ പറയുന്ന ഗ്രൂപ്പ് തർക്കമുണ്ടല്ലോ, സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തർക്കമുണ്ടല്ലോ, അതാണ് പ്രധാന കാരണം. എങ്കിൽ പോലും ശോഭ തന്നെയാണ് ഒരു നേതൃത്വത്തിന് നല്ല. കാരണം ഈ കോൺഗ്രസിനെയും CPM-നെയും ഒരുപോലെ കടന്നാക്രമിക്കാൻ ശേഷിയുള്ളത്, ഒരേ തരത്തിൽ കടന്നാക്രമിക്കാൻ പിന്നെ മറുപടിയായിട്ട് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരാൾ സുരേന്ദ്രനാണ്. അത് അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റൂ. പ്രത്യേകിച്ച് CPM-ന്റെ ഒരു നേതൃത്വം ഇവിടെ നിൽക്കുമ്പോൾ, പിണറായി വിജയനെ പോലെയും ഗോവിന്ദനെ പോലെയും ആൾക്കാർ CPM-ന് നേതൃത്വം വഹിക്കുമ്പോൾ, K. സുധാകരനും VD സതീശനും പോലുള്ള ഒരു കോൺഗ്രസിനെ നയിക്കുമ്പോൾ, അത്തരത്തിൽ അത്രയും റേഞ്ചുള്ള അതിനേക്കാളും റേഞ്ചുള്ള ഒരു നേതാവ് BJPക്ക് വന്നാൽ മാത്രമേ BJPക്ക് വരാൻ പറ്റൂ. റേഞ്ചുള്ള ആൾ വരുന്നില്ല. അതായത് നമ്മുടെ പിണറായി വിജയൻ സാറിനെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അതിനും 10 മടങ്ങ് താഴെയാണ് ഈ പറയുന്ന K. സുരേന്ദ്രനെ ആൾക്കാർ കാണുന്നത്. അതെയാണ് പിണറായി വിജയൻ സാറിന് അധികാരമെങ്കിലും ഉണ്ട്, ആ ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ള ഒരു ഇതിലെങ്കിലും ഒരു ഇതുണ്ട്. പക്ഷെ സുരേന്ദ്രനെ അതിന് പോലും ആൾക്കാർ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു പ്രതീക്ഷയില്ല. ഉണ്ടായിരുന്ന സീറ്റുകളൂടെ കൊണ്ടു കളഞ്ഞു. 2 മണ്ഡലങ്ങളിൽ നിൽക്കുന്നു, മത്സരിക്കുന്നു, അവിടെ തോൽക്കുന്നു. പിന്നെ എന്താണ് ഈ ഇത്രയും വർഷങ്ങൾക്ക് കൊണ്ട് ഇയാൾ ചെയ്തത്? സന്ദീപ് വാര്യർ വരുമ്പോ കോൺഗ്രസിനകത്ത് ഇനി എന്തൊക്കെയാണ്, സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടുമോ, അതൊക്കെ ഇനി നമ്മൾ അവിടെയാണ് പറഞ്ഞത്. കാരണം സന്ദീപ് വാര്യർ വളരെ ബുദ്ധിപരമായാണ് കളിച്ചത്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത തവണ എന്തായാലും UDF തന്നെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ പിണറായി വിജയൻ സാറിൻ്റെ ഭരണം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. മടുത്തിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു നമ്മുടെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായ ഇവരുടെ പേരാണ് നിഷ സോമൻ, അവർ പറഞ്ഞതനുസരിച്ച് 1,85,000 പേരെയാണ് പിൻവാതിലൂടെ തിരികെ കയറ്റി. അത്രയും പേര് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വോട്ട്, ഇത് വോട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി എന്തെന്നാലും ആൾക്കാർ മാറ്റി ചിന്തിക്കുമല്ലോ. ഈ മാറ്റി ചിന്തിക്കുമ്പോൾ ആ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ
എന്താവും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് തന്നെ വിജയിക്കും. കാരണം ജനം മടുത്തിരിക്കുകയാണ്. 2 കൊല്ലമായി ജനം മടുത്തിരിക്കുക. ഇനി ഒരു 5 കൊല്ലം കൂടി ഭരിക്കുന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്കത് തോന്നുന്നില്ല കേട്ടോ. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിയാണ്. ഇനിയിപ്പോ 1.5 വർഷമുണ്ട്. 1.5 വർഷം കൊണ്ട് നല്ലൊരു കാലമാണ്. LDF നന്നായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പറ്റില്ല. കാരണം ഇത്രയും ചെയ്തതൊന്നും മറച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ മറക്കുന്നേ കേരളത്തിലെ ജനത. അങ്ങനെ ജനങ്ങൾ അവസാന 3 മാസം എന്താണ് ചെയ്യുന്നത് അതായിരിക്കും ചില കാര്യങ്ങൾ പലരും മറക്കില്ല. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സന്ദീപ് വാര്യർ ഒരുപക്ഷെ വിചാരിക്കുന്നത് UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടും, വിജയസാധ്യതയുള്ള ഒരു സീറ്റ് കിട്ടും. അദ്ദേഹം ജയിക്കും, മത്സരിക്കും, ചിലപ്പോൾ MLA മത്സരിക്കും, MLA ചിലപ്പോൾ മന്ത്രിയായെന്നും വരാം. അതൊക്കെ അങ്ങനെയൊന്നും പല പറയുന്നത് ഒരു സാധ്യത മാത്രമാണ് ഈ പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹം ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഇത്രയും വർഷം ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് ചാനൽ ചർച്ചകളിൽ പോലും ആ പ്രസ്ഥാനത്തിന് വേണ്ടി വാദിച്ച് ഇപ്പോൾ പോയിരിക്കുന്ന ആ പാർട്ടിയുടെ നേതാക്കളെയും അവരുടെ നിലപാടുകളെയും ഒക്കെ പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. എങ്കിൽ പോലും ഞാൻ ഒരു ആശ്വാസം കൊള്ളുന്നത് സന്ദീപ് വാര്യർ ഈ പറയുന്നത് പോലെ കക്കൂസ് കുഴിയിൽ വീഴാതെ കോൺഗ്രസിലേക്ക് പോയല്ലോ എന്നുള്ളതാണ്. പോയി കഴിഞ്ഞാൽ സന്ദീപിന് അറിയാം സന്ദീപിന്റെ കാര്യം പോക്കാണ്. സന്ദീപിന്റെ ആ ഇമേജ് പോവും. കാരണം വേറൊന്നുമല്ല, സന്ദീപിന് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നല്ല ചരിത്രജ്ഞാനമുള്ള ആളാണ്. നല്ല ഹിന്ദു മത വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അതിൻ്റെ ഡീപ്പിലേക്ക് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. അപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ ഒരാളിനെ ഒരിക്കലും BJP കളയാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ പോയി കഴിഞ്ഞു. എന്തായാലും അത് കോൺഗ്രസ്സിന് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത്. അത് കോൺഗ്രസിൻ്റെ സംസ്കാരവുമായിട്ട് അയാൾ എത്രമാത്രം അതിൽ ഇഴുകിച്ചേരും, അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും എത്രമാത്രം ഇനി കോൺഗ്രസ് ഗുണം ചെയ്യും നമ്മളിനി കാണേണ്ടത്. സ്വാഭാവികമായിട്ട് അത് ഗുണം ഉണ്ടാവും. കാരണം അയാൾക്ക് നല്ല ചരിത്ര ബോധമുള്ള ആളാണ്, നല്ല സാമൂഹ്യ ബോധമുള്ള ആളാണ്, നല്ല മതബോധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ശേഷിയുണ്ട്. അത് ആ പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യാനാണ് സാധ്യത. അതാണ് കാണുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാളിനെ ഒരിക്കലും BJP കളയാൻ പാടില്ലായിരുന്നു. പക്ഷേ എനിക്കൊന്നും BJP പലപ്പോഴും ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ സന്ദീപിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അത് ഒരു വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതവിടെ ഇരുന്നോട്ടെ. അതെ, അങ്ങനെ അല്ലാത്ത പലരും ഇരുന്നോട്ടെ. അങ്ങനെയുള്ള ഒരാളിന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ സന്ദീപ് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ സന്ദീപിനോട് നേതൃത്വം പറഞ്ഞു, എന്തായാലും ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നു. അതിന് അദ്ദേഹം തയ്യാറായില്ല. പിന്നെ ഈ പറയുന്നത് പോലെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രന്റെ പ്രകോപനപരമായിട്ടുള്ള നിരവധി തവണ നമുക്ക് തന്നെ അറിയാം, മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ അപമാനിക്കുന്ന തരത്തിലൊക്കെ. കാരണം ഇതൊക്കെ ഈ പിണറായി വിജയൻ സാറ് CPM-നെ എങ്ങനെയാണോ കരുതുന്നത് ഇത് എൻ്റെ കുടുംബസ്വത്താണ് എന്ന് പറയുന്ന പോലെ കേരളത്തിലെ BJP എൻ്റെ കുടുംബസ്വത്താണ് എന്നുള്ളൊരു മിഥ്യാബോധത്തിലാണ് K സുരേന്ദ്രൻ ജീവിക്കുന്നത്. എന്നിരുന്നാലും ഈ കോൺഗ്രസിന് ഒരു സുവർണാവസരമാണ്. കാരണം ഇനിയെങ്കിലും ഈ പറഞ്ഞ ഗ്രൂപ്പിസവും തമ്മിൽ നിൽക്കാതെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് അടുത്ത തവണയെങ്കിലും അധികാരം പിടിക്കുക. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭരണമാറ്റം അത്യാവശ്യമാണ്. കാരണം സാധാരണക്കാർക്ക് വേറെ മാർഗമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ഭരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി, എന്തെങ്കിലും ആയിക്കോട്ടെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ തുലാമാസമായി, തുലാം വൃശ്ചികം ധനു, ഇനിയിപ്പോൾ കല്യാണങ്ങളുടെയൊക്കെ മാസമാണ്. ഇനി അങ്ങോട്ട് കർക്കിടകത്തിൽ വരെ കല്യാണമാണല്ലേ? കർക്കിടകത്തിൽ വലുതായി നടക്കാറില്ല. കർക്കിടകത്തിൽ അങ്ങനെ കല്യാണം നടക്കാറില്ല. കർക്കിടകം വരെ ഏകദേശം കല്യാണമാണ്. ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പ്രസൻറ്റേഷൻ കൊടുക്കാറുണ്ട്. ഈ കൊടുക്കുമ്പോൾ എന്താണ് ചിലരൊക്കെ നമ്മൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, അതായത് കല്യാണം കഴിക്കുന്ന പയ്യൻ്റെയോ അല്ലെങ്കിൽ വധുവിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെയൊക്കെ ഇവിടെയൊക്കെ ഉള്ളൊരു ബന്ധത്തിൻ്റെ ഇതനുസരിച്ചായിരിക്കും നമ്മളെ പ്രസൻറ്റേഷൻ വാങ്ങിക്കുക. 2000, 3000, 10000 അങ്ങനെ വാങ്ങിക്കും. പിന്നെ കാശ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ കാശൊക്കെ കൊടുക്കുന്നവർ എന്ത് ചെയ്യണം, ഈ 5000 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് 5000 കൊടുക്കുന്നവർ അതൊരു 2000 രൂപയാക്കി ചുരുക്കുക, അല്ലെങ്കിൽ 2500 ആക്കി ചുരുക്കുക. 1000 കൊടുക്കേണ്ടവർ ഒരു 500 രൂപയാക്കി ചുരുക്കുക. കാരണം കവറിനകത്തിട്ട് കൊടുത്ത ആരും അറിയില്ല. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന അവരുടെ പ്രസൻറ്റേഷൻ വാങ്ങുന്നതും. ഈ പ്രസൻറ്റേഷൻ വാങ്ങിക്കുമ്പോഴും നമ്മളതിൽ കുറയ്ക്കുക, എന്നിട്ട് അതിൽ മിച്ചം പിടിക്കുക. ഞാൻ മുമ്പ് പലപ്പോഴും പറയാറുള്ളത് പോലെ മൺകുടുക്ക വാങ്ങിച്ചോ അല്ലെങ്കിൽ ഫാൻസി കയറിയിട്ട് മറ്റേ വാട്ടർ ടാങ്കിൻ്റെ രൂപത്തിലുള്ള ചെറിയ പ്ലാസ്റ്റിക് കുടുക്ക വാങ്ങിച്ചോ അതിൽ നിക്ഷേപിക്കുക. എന്നിട്ട് നമ്മളൊരു അത്യാവശ്യം ഒരു തുകയാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക. അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ലാതിരിക്കേണ്ട. അപ്പോൾ എന്തായാലും വീണ്ടും കാണാം നാളെ.